എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ 4 സീസൺ സിനിമ ടീമിന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളുടെ സിനിമ 4 സീസൺസ് ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജനുവരി 31 തിയേറ്ററിൽ എത്തുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ്. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു ക്ലീൻ ഫിലിമാണ്. ഈ സിനിമയ്ക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇതിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ശ്രുതി മധുരങ്ങളായ 7 ഗാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ മലയാള സിനിമയിൽ പാട്ടിന്റെ വരൾച്ച നേരിടുന്ന ഒരു കാലഘട്ടമാണ്. മിക്ക സിനിമകളിലും പാട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പേരിന് ഒരു പാട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ, ഉണ്ടായാൽ ഭാഗ്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് 7 പാട്ടുകൾ, അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജാസ് ബ്ലൂസ് ടാങ്കോ മ്യൂസിക്കൽ കോംബോയിൽ ഒരു സിനിമ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഫെസ്റ്റീവ് മൂഡ് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. പുതിയ ആൾക്കാരും സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയും ഒരു മിക്സ്ചറാണ് ഈ സിനിമ. ബിജു, സോപാനം, റിയാസ്, ധർമ്മകല, ഇപ്പോൾ രാജ്മോഹൻ ജി, ബിന്ദു തോമസ്, പ്രകാശ്, പ്രദീപ്, നവന്ത, ഇപ്പൊ ഇങ്ങനെയുള്ള സീസൺഡ് ആർട്ടിസ്റ്റുകളുടെ കൂടെ പുതുമുഖങ്ങളും അണിചേരുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അത് സംസാരിക്കാൻ യോഗ്യരായിട്ടുള്ളവരാണ് എൻ്റെ 2 ഭാഗത്തും ഉള്ളത്. ഞാൻ നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഈ സിനിമ ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരേ സമയം നിർമ്മാണവും ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ക്രിസ് എ ചന്ദർ. ഈ സിനിമയുടെ തിരക്കഥാ സംഭാഷണം രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ വിനോദ് പരമേശ്വരൻ. ഇതില് ഹീറോ ക്യാരക്ടർ, അതായത് സംഗീത വഴിയിൽ ഒരു സംഗീതകാരനായിട്ടാണ് ഇതിൽ ഹീറോ. സംഗീതം എന്നാണ് ആ ക്യാരക്ടറുടെ പേര്. തൻ്റെതായ ഒരു ഐഡന്റിറ്റി സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തുന്ന ഒരു സംഗീതകാരനായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് സുപരിചിതനായ അമീൻ റഷീദ്. ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ചേതന എന്നാണ് ഹീറോയിൻ ക്യാരക്ടറുടെ പേര്. ചെയ്തിരിക്കുന്നത് ടാലന്റഡ് ഡാൻസർ കൂടിയായ റയാ പ്രഭു. ഷീസ് ഫ്രം ചെന്നൈ. പിന്നെ ഈ സിനിമയിൽ ഒരു കോച്ചിന്റെ ശക്തമായ വേഷം ചെയ്തിരിക്കുന്നത് വ്യത്യസ്തവും വൈവിധ്യമാർന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച നമുക്ക് ഏറ്റവും സുപരിചിതനായ ശ്രീ രാജ്മോഹൻ നായർ. ഇതില് ഹീറോയുടെ ഒരു മദർ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മറ്റൊരു സുപരിചിതയായ ആർട്ടിസ്റ്റ് ശ്രീമതി ബിന്ദു തോമസ്. ബിന്ദുവിന്റെ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെ ചെയ്യുന്നത് മറ്റൊരു സുപരിചിതനായ പ്രകാശ്. അദ്ദേഹം എല്ലാവർക്കും അറിയാം, കായംകുളം കൊച്ചുണ്ണി ഫെയിം. ഇപ്പം ഇതൊക്കെ മാറി ഇപ്പം ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ച ശ്രീനാഥ് ബാസിയുടെ കൂടെ എല്ലാം ഒരു ഉഗ്രൻ വേഷം ചെയ്യുന്ന സിനിമകൾ പുറത്തു വരാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് മിസ്റ്റർ പ്രദീപ് നവന്ത, ഒരു പ്രോമിസിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോ ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് ഞാൻ മൈക്ക് നമ്മുടെ നിർമ്മാണവും ഛായാഗ്രഹണവും നിർവഹിച്ച ക്രിസ് എ ചന്ദർ സാറിന് കൈമാറുകയാണ്. നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ ഫ്രണ്ട്സ്, മറ്റ് ആർട്ടിസ്റ്റുകൾ, മറ്റെല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നന്ദി പറയുന്നത്. ഒറിജിനലി ഞാനൊരു സിനിമാറ്റോഗ്രാഫർ. ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 1985 ബാച്ചിലാണ് പാസ് ചെയ്തത്. അതിനുശേഷം സാജി ആൻഡ് കരുൺ സാറിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് ചെയ്തു. അത് പഞ്ചാഗ്നി, നഗരശാലങ്ങൾ, ആ പടങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് ചെയ്തു. പിന്നെ പ്രൊഡ്യൂസറായിട്ട് ആദ്യം ചെയ്യുന്ന പടം മലയാള ഫിലിമാണ്. അത് മലയാളത്തിലുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. സോ ഇപ്പോൾ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ, ഒരു നല്ല പടങ്ങളെ ക്യാമറമാനായിരുന്ന് നല്ല പടങ്ങൾ ചെയ്യാൻ ഒരിത് വേണമല്ലേ. അതുകൊണ്ട് എനിക്ക് നല്ല പടങ്ങൾ ചെയ്യുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മുടെ വിനോദ് പരമേശ്വരനെ കൊണ്ട് ഈ പടം
നല്ല കഥ, നല്ല ഒരു മ്യൂസിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് വിനോദ് പരമേശ്വരൻ വെച്ച് ഇത് ചെയ്തു. പിന്നെ പുതിയ ടാലൻറ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാഗ്രഹമുണ്ട്. നല്ല മെയിൻ പുതിയ വ്യത്യാസമായുള്ള കഥകളും അതിനെയും കൊണ്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. പുതിയ പടമായിട്ട് 4 സീസൺസ് ടൈറ്റിൽ ചെയ്തു. ഈ പടത്തിൽ നല്ല 7 പാട്ടുകൾ പുതിയതായിട്ട് ബ്ലൂസ്, അദ്ദേഹം പറഞ്ഞതുപോലെ ബ്ലൂസ്, ജാസ്, ടാങ്കോ, മറ്റേ വെസ്റ്റേൺ മ്യൂസിക്കൽ ഇതൊക്കെ ഉണ്ട്. മലയാളത്തിൽ ഫസ്റ്റായിട്ട് വന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ത് പറയുകയാണെങ്കിൽ പുതിയ കലാകാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമുക്ക് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള അമീൻ റഷീദ്, റയ, കൊറിയോഗ്രാഫേഴ്സ്, നിങ്ങളുടെ ഒരുപാട് പുതിയ ആൾക്കാരെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഈ പടത്തിനോട്. സോ നെക്സ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പടം നല്ല സബ്ജക്റ്റും നല്ല മ്യൂസിക്കലായിട്ടും മലയാളത്തിൽ വരും. എല്ലാവരും ഇത് നല്ല സപ്പോർട്ട് ചെയ്ത് കാണണം പടത്തെ. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. മറ്റൊരു ആൾക്കാർ സംസാരിക്കാം. ഡയറക്ടർ, എത്തിയിട്ടുള്ള ജേർണലിസ്റ്റ്, പിന്നെ മീഡിയ, പ്രസ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു കൃഷ്ണ. പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു മൂവി ഇല്ല. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മൂവി ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്ന സ്നേഹം നിറഞ്ഞ ചേട്ടൻ ക്രിസ്റ്റാണെന്ന് ഞാൻ നന്ദി പറഞ്ഞോളൂ. ഇത് ഒരു ഫോർമാലിറ്റിക്കായി ഞാൻ പറയുന്നതല്ല. അപ്പോൾ ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പടം ഞങ്ങൾ പ്ലാനിൽ കൊണ്ടുവരാൻ തുടങ്ങിയത് 2021 കഴിഞ്ഞ്, അതായത് ജനുവരി മാസം. ഫസ്റ്റ് കോവിഡിൻ്റെ വേവ് കഴിഞ്ഞ ഉടനെ അപ്പം സബ്ജക്റ്റ് കേൾക്കുന്നു, ഞാൻ കഥ പറയുന്നു. 3 പേരുണ്ടായിരുന്നു. ഞാൻ കൃഷ്ണൻ ചേട്ടൻ, പിന്നെ പ്രൊഡ്യൂസർ. അതാരാ പ്രൊഡ്യൂസർ? ആക്ച്വലി ഈ പടത്തിന് ഒറിജിനലായിട്ടുള്ള പ്രൊഡ്യൂസർ, പ്ലാനിൻ്റെ പ്രൊഡ്യൂസർ വേറെയായിരുന്നു. അതാണ് എൻ്റെ സ്റ്റോറി. ആളുടെ മകനെ ഹീറോ ആക്കി ചെയ്യണം, പ്ലാൻ ചെയ്യണം, ഒരു സബ്ജക്റ്റ് വേണമെന്ന് ചോദിച്ചിട്ട് കൃഷ്ണൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ സ്റ്റോറി അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കഥ പറഞ്ഞു, ആൾ കൺവിൻസ്ഡ് ആണ്, പടം തുടങ്ങാമെന്നും പറഞ്ഞു. അപ്പോഴാണ് കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വരുന്നു. സീൻസ് എല്ലാം കുറച്ച് ചേഞ്ച് ആവുന്നു. അവർക്ക് കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടായി. നമ്മൾ സെയിൽസ് എങ്ങനെ ചെയ്യും, അത് കഴിഞ്ഞ് മാർക്കറ്റിൽ ഇൻഡസ്ട്രി തന്നെ എങ്ങനെ നിൽക്കും എന്നുള്ള ഹെസിറ്റേഷൻ ഉണ്ടായി. അവരതിനെ ഡ്രോപ്പ് ചെയ്തു. പടം പിന്നെ അങ്ങോട്ട് പോകില്ല എന്നുള്ള കണ്ടീഷനായി. അപ്പം സിനിമ അല്ലേ, എന്ത് വേണമെങ്കിൽ നടക്കാം. അപ്പോൾ ഞാനും അതിന് തയ്യാറെടുത്തായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത പണി നോക്കാം. 2 ദിവസം കഴിഞ്ഞ് കൃഷ്ണടുത്ത് എനിക്ക് കാണും, പിന്നെ നമുക്ക് സംസാരിക്കണം. ഓക്കെ, അപ്പം കൃഷ്ണൻ കാര്യം പറഞ്ഞു, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. അവർ പോട്ടെ, എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു, നമുക്കെല്ലാം ചെയ്യാം, നമുക്കെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് 2 വിഷയം. ഒന്ന്, അന്ന് ആ ചേട്ടൻ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ന് ഈ സിനിമയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പേ ഒരു ഡയറക്ടറായിട്ടില്ല. അതാണ് ഇത്രയും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഭംഗി വെക്കല്ല. അന്ന് ആ തീരുമാനം ചേട്ടൻ എടുത്തില്ലെങ്കിൽ നമുക്കിന്ന് ഞാനില്ല. ഓക്കെ, അപ്പൊ 2 വിധത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഒന്ന്, എൻ്റെ കഥ അതിൻ്റെ പ്രൊഡ്യൂസർ അത് തന്നെ കണ്ടെത്തി. ഞാനൊന്നും പോയതല്ല, അത് കണ്ടെത്തി. അത് അതിൻ്റെ ആദ്യത്തെ ജയം. രണ്ടാമത്തത്, അത് തരുന്ന പ്രഷർ എനിക്ക്. കാരണം ഒരാൾ എന്നെ വിശ്വസിച്ച് വരുന്നുണ്ട്. സോ ഒന്നും തെറ്റായി പോകരുത് ദൈവമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. 2 കൊല്ലം ഞാൻ സിൻസിയർ ആയതിനു വേണ്ടി ചെയ്തു. നമ്മുടെ ടീം എല്ലാവരും അങ്ങനെയായിരുന്നു. സോ നമ്മൾ ഇവരെ എത്തിച്ചു. ഇതാണ് ഇതിൻ്റെ പിറകെയുള്ള സ്റ്റോറി. പിന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എല്ലാം പുതിയ പിള്ളേരാണ്. അവരുടെ എനർജിയും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ അത് പടത്തിന് വേറെ ലെവലിൽ എടുത്തു പോയി. ആ സ്കൂളിൻ്റെ കുട്ടികളെല്ലാം അവരുടെ പാർട്ടിസിപ്പേഷനൊക്കെ അത്ര നന്നായിരുന്നു. പിന്നെ വലിയൊരു ബ്യൂട്ടി എന്ന് വെച്ചാൽ ആരും കണ്ടീഷനായ ആർട്ടിസ്റ്റ് അല്ല. അപ്പോൾ കണ്ടീഷനായ ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ കാര്യം പറഞ്ഞ് വായിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇവരുടെ ആ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ അവർ റെഡിയായി തരും, സാർ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ആ എനർജി എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അത് പടത്തിൽ നിന്ന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ ആർട്ടിസ്റ്റുകൾ എനിക്ക് വർക്ക് ചെയ്ത് മതിയായിട്ടില്ല അവർക്ക് ഇനിയും പറ്റുമെങ്കിൽ ഇനിയും അടുത്ത പടങ്ങൾ ചെയ്യണം ആഗ്രഹമുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ പാട്ടുകൾ നന്നായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്. ആൻഡ് ഐ മീൻ കാണുന്നവരൊന്നുമില്ല, ക്യാമറയ്ക്ക് മുമ്പ് വേറെ ആളാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ചേട്ടൻ്റെ ആദ്യം പറഞ്ഞത് കോവിഡ് കഴിഞ്ഞ് ആളുകൾ ഫ്രഷ് ആയി തിയേറ്ററിൽ പോകുമ്പോൾ ഒരു നല്ല ഫീലുള്ള മൂവി കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത മൂവി ഉണ്ടാക്കി. ഇറ്റ്സ് ഫീൽ ഗുഡ് മൂവി, ഇറ്റ്സ് എ റൊമാൻറ്റിക് മ്യൂസിക്കൽ. അപ്പം എൻ്റെ പടത്തിൽ പാട്ടുകൾ നന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു, പാട്ടുകൾ നന്നായിരിക്കണമെന്ന്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഈസ് ഫ്രം US, അയാൾ ഒരു സിംഫണിയിൽ വർക്ക് ചെയ്യാണ്. അയാൾ നല്ല ടാലൻറ്റഡ്, വെസ്റ്റേണിലും ശരി ഇന്ത്യൻ ക്ലാസിക്കലും ശരി ടാലൻറ്റഡ് ഒരാൾ. അയാളെ ഞാൻ സമീപിച്ചു. അതിന് മുമ്പ് നമുക്ക് ഒരു പാട്ട് വേറെ പയ്യൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ജിതിൻ റോഷൻ, മിന്നൽ പിടി ഇറങ്ങിയിട്ടുണ്ട് ആ പാട്ട്. അത് കൈതപ്പുറം തിരുമല എഴുതിയ പാട്ടാണ് ഒരു പാട്ട്. ബാക്കി പാട്ടുകളൊക്കെ ക്യാമറയ്ക്ക് മുമ്പ് നമ്മൾ പുതിയ ആൾക്കാർ നിർത്തിയതുപോലെ ഇതിലും പുതിയ ആൾക്കാർ വരണം. എൻ്റെ ലിറിസിസ്റ്റ് ചന്ദ്രചേട്ടൻ വന്നിട്ടുണ്ട്. പുതിയ ആൾക്കാർ ആണ് ബാക്കിയുള്ള പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ളത്. ആ മ്യൂസിക് അങ്ങനെ അത് അത്രയ്ക്ക് നന്നായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു സിംഗിൾ ഇറക്കി, അത് ഒരു ദിവസം തന്നെ 21,000 ഹിറ്റ്സ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ പിന്നെ ഇനിയൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പാട്ടുകൾ മൊത്തം എഴുതിയതിന് ശേഷമാണ് ട്യൂൺ ചെയ്തത്. ഇത് ട്യൂൺ കിട്ടിയിട്ടാണ് ലിറിക്സിന് പോവുക. അപ്പോൾ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എഴുതിയതിന് ശേഷം നമ്മളിപ്പം സിറ്റുവേഷൻ പറഞ്ഞിട്ട് എഴുതിയതിന് ശേഷം മ്യൂസിക് ഇട്ടാൽ മതി. അതങ്ങനെ നടക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്, മ്യൂസിക് ഇട്ടാണ് ഒരു വാക്ക് പോലും മലയാളം അറിയില്ല. തമിഴിലെ ഹിന്ദിയുടെ ഉണ്ട പിടിച്ച ബോംബെ രവി സാറിന് ശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ രാജൻ ആണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മഴ മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ യോഗം എന്ന് വെച്ചാൽ ഈ സിംഫണി ഓർക്കസ്ട്ര BGM വായിക്കാനുള്ള ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടി. അവരായിരുന്നു ചെയ്തത്. അയാൾ ഡെറം സിംബലിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. പിന്നെ ഇത്രയും മേജറായിട്ട് പറയാനുള്ളൂ എനിക്ക്. സിനിമയെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. അത് ഓഡിയൻസ് പറയും, ഒന്നേതായാലും പറയും, അല്ലെങ്കിൽ പറയും. അപ്പോൾ പിന്നെ ചാൻസ് തന്നതിന് നന്ദി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഓക്കെ, ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും നന്ദി പറയണം. അല്ലേ, താങ്ക് യു. ഇതില് ലിറിക്സ് എഴുതിയ ചന്തു നായർ, ഞാൻ എഴുതിയപ്പം ഈ ചന്തു ആണെന്ന് അറിഞ്ഞില്ല. ഇദ്ദേഹം എൻ്റെ ബാല്യകാല സുഹൃത്താണ്. സാധാരണ ഇപ്പോഴും വന്നപ്പോൾ ഞാൻ സാധാരണ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, അപ്പം കവർ ചെയ്യാൻ വന്നതായിരിക്കുന്നതാണ് വിചാരിച്ചത്. ഡയറക്ടർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോഴാണ് ചന്തു ഹായ്, അടുത്ത 2 വാക്ക് നമ്മുടെ നായകൻ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു നായകനായിട്ടുള്ളൊരു ഫസ്റ്റ് മൂവിയാണിത്. ഇതിന് ഞാൻ ഒരാളുടെ പേര് എടുത്തു പറഞ്ഞാൽ ശരിയാവത്തില്ല. ട്രാൻസ്മേജിന് എൻ്റെ ഒരു വലിയ നന്ദിയുണ്ട്. കാരണം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താണ് മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ആരും ഈ പറയുന്ന മൂവിയിൽ അഭിനയിക്കുന്നതായിട്ടൊന്നും ആരുമില്ല. അപ്പം സിനിമ കഴിഞ്ഞാൽ തൊട്ട് താഴെ മോഡലിംഗ് ആണെന്നുള്ളൊരു വലിയൊരു ബോധം എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് അതിലേക്കാണ് ഇറങ്ങിയത്. ഒരുപാട് കോണ്ടാക്ട്സുകളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു. പക്ഷേ എന്താ പറയുക, ദൈവം എഴുതിയേക്കുന്നത് വേറെ ഒന്നായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ക്രിസാർ എന്നോട് ഇന്നലെയും കൂടി ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞാണ്, അമീൻ ഒരു കാസ്റ്റിംഗ് കോളിൽ ലൈക്ക് ചെയ്തു എന്നാണ് സാർ ഇപ്പോഴും പറയുന്നത്. എനിക്കിപ്പോഴും യാതൊരു ഓർമ്മയില്ല ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ട്. സാർ പക്ഷെ അതെങ്ങനെയോ കണ്ടു, എന്നെ കോണ്ടാക്ട് ചെയ്തു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എപ്പോഴും എല്ലാ ആളുകളും കോണ്ടാക്ട് ചെയ്യുന്ന പോലെ പറയുന്ന പോലെ ഒരു വെറും വാക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനല്ല, അതെന്നെ ഇവിടം വരെ എത്തിച്ചു. അതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും. സാറിനോട്, അതുകൊണ്ട് വിനോദേട്ടനോട്, സൗബിക സാറിനോട്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു ആൽബമോ ഒന്നും ചെയ്യാതെ ഒരു മോഡലായിട്ട് നടന്ന അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫറായിട്ട് നടന്ന എന്നെ വെച്ച് നായകവേഷം ചെയ്യാൻ കാണിച്ചൊരു ധൈര്യം ഇവർക്ക്, അതിനോട് വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ പറഞ്ഞുള്ള എന്തായാലും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സിനിമ എല്ലാവരും കാണുക, എല്ലാവർക്കും ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you for coming here today, and I'm really sorry I don't know Malayalam, so I can talk in English or Tamil. So
first of all, I'm really grateful for the movie for coming out, and thank you, Chris sir and our director Vinod sir. Both of them have treated me so well throughout the film, and I'm extremely grateful for the whole cast and crew, and everyone, the makeup artist, the drivers, everyone. So everyone has been so nice to me, and thank you to my parents and my grandparents and all my friends and well-wishers. So yeah, the film is really great, and like I'm sure everyone will love it. So yeah, I really request everyone to go and watch it. Thank you. കോച്ചിനെ അവതരിപ്പിച്ച രാജ്മോഹൻ ജി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, മാധ്യമപ്രവർത്തകരെ, ഒരുപാട് അഷുറൻസൊന്നും തരാനില്ലെങ്കിലും ഈ സിനിമയെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കുറെ നാളിന് ശേഷം മ്യൂസിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടമാണ്. എനിക്കൊന്നു ലാലേട്ടന്റെ പ്രമോദവനം ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇത്രയും മനോഹരമായി മ്യൂസിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പടം വരുന്നത് ഇപ്പോഴാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിറം ആ ഒരൊറ്റ സോങ് കൊണ്ടാണ് പടം വിജയിച്ചത്. അതുപോലൊരവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ ഈ പടത്തിന് ഉണ്ടാവുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം അത്രയും സ്ട്രെയിൻ നമ്മുടെ ഡയറക്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നിരിക്കാൻ ഒരു വേദി ഉണ്ടായത്. നമ്മുടെ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മള് ഒരു കല്യാണം കഴിക്കാൻ ഒരു കുട്ടിയെ പോയി കണ്ടു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ പ്രസവം അത് 31-ാം തീയതി നടക്കുവാണ്. ആ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ കുഞ്ഞിനെ ഇങ്ങനെ നന്നായി വളർത്തേണ്ടത് നിങ്ങളാണ്. തീർച്ചയായിട്ടും ഈ പടത്തിൽ ഒരു വേഷം ചെയ്യാൻ എനിക്കും അവസരം തന്ന ക്രിസാറിനും എൻ്റെ ബന്ധുവാണ് ശ്രീ വിനോദ്, അദ്ദേഹത്തിനും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പിയാറോ അത്തോളി, അദ്ദേഹവും ഞാനും ബന്ധുക്കളാണ്. ഞാൻ തുണ്ടത്തിൽ ഞാനും ബന്ധുക്കളാണ്. ഒത്തിരി വർക്കുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എന്നും സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും നമ്മുടെ നായകനും നായികയ്ക്കും എൻ്റെ പ്രകാശ് ഞങ്ങൾ ഒത്തിരി വർക്കുകൾ അവസാനം ഞങ്ങൾ മാമാങ്കമാണ് അടിച്ചു പൊടിച്ചിട്ട് പോകുന്നത്. അതുപോലെ ഒത്തിരി പേരുണ്ട്. എല്ലാവരും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും സഹകരിച്ച് ഈ സിനിമയെ ഒരു വമ്പൻ ചിത്രമാക്കി മാറ്റണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീമതി ബിന്ദു തോമസ്. ഏറെ പ്രിയപ്പെട്ട സാറ്, വിനോദ് സാറ്, പിയാറോ സാർ, ഇതിൽ ഉപേക്ഷിതരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, അതുപോലെ സദസ്സിൽ ഉപേക്ഷിതരായിരിക്കുന്നവരെ, ഈ 4 സീസൺസിന്റെ ഈ പടത്തിലേക്ക് എനിക്കൊരു വെളി വന്നപ്പോൾ ആദ്യത്തിന് ഈ പേരിൽ തന്നെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തിരുന്നു. 4 സീസൺസ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ 4 സീസൺസ്, വേനൽക്കാലമുണ്ട്, മഴക്കാലമുണ്ട്, അങ്ങനെയൊക്കെയുള്ള 4 സീസണെ സംബന്ധിച്ച് എന്താ ഒരു ക്രിയേഷൻ ഇതിൽ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. പക്ഷെ ഈ പടത്തിൽ അഭിനയിച്ചു എൻ്റെ സീനുകളൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന വേരിയന്റ്, പല സീസണുകൾ, പല വേരിയന്റ്. ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ്, അതായത് ഹീറോയുടെ അമ്മയായിട്ടാണ് ഞാനിതിൽ അഭിനയിച്ചിരിക്കുക. ആദ്യ കാലഘട്ടങ്ങളിൽ ആ മകന്റെ വളർച്ചയിൽ കടന്നു വരുന്ന ഒരു സ്റ്റേജ്, പിന്നീട് ആ +2 അല്ല കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം ഈ ഒരു മ്യൂസിക്കൽ എന്റർടൈനർ എന്നതിലുപരി എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഒരു ഫാമിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രഗിള്, നമ്മുടെ സ്ട്രെയിനും സ്ട്രഗിളും ഈ കാര്യങ്ങളും വ്യക്തമാക്കി തരാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ പടത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടെയും സംവിധായകനും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പറയാൻ കാരണം നമ്മുടെ ഫാമിലി ലൈഫിൽ ഈ ഭാരം മുഴുവൻ ചുമക്കുന്ന ഒരു ഏരിയ എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടാവണം എന്ന് വിനോദ് സാർ പറഞ്ഞപ്പോൾ സത്യത്തില് അതായത് വലിയൊരു കുടുംബത്തെ കയ്യിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന, ആ ഒപ്പം മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന അച്ഛനെയും മകനെയും അവരെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ആ ഒരു ക്രൈസിസ് ഒരു പക്ഷേ ഈ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ മറ്റു പല രീതികളിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ആയിരിക്കും അത്. ആ ഒരു ഫീല് കൊടുക്കണം എന്നാണ്. അപ്പൊ സാർ പറഞ്ഞത് ഒരു കണ്ടീഷണൽ ആർട്ടിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം സാർ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ഡയറക്ടറുടെ ഇഷ്ടമനുസരിച്ച് ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സാറാണ് അത് തീരുമാനിക്കുന്നത്. അന്ന് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ പല കാര്യങ്ങളും തിരുത്തി തന്നു.
സാറിൻ്റെതായ ആ ഒരു ഇമേജിനനുസരിച്ച് എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും സാറ്റിസ്ഫൈഡ് ആണെന്നാണ് സാർ പറഞ്ഞിരുന്നത്. റിവ്യൂ കണ്ടവരും വളരെ നല്ല മ്യൂസിക്കൽ എന്റർടൈനർ ആയിട്ടാണ് പറഞ്ഞത്. അതുപോലെ 7 പാട്ടുകൾ കടന്നു വന്നിരിക്കുന്ന ഒരു സീൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കഥയെ എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അത് എപ്പോഴും നമ്മൾ ഒരു എന്റർടൈനർ ആയിട്ട് നമ്മൾ എപ്പോഴും മ്യൂസിക് ആസ്വദിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇത് വളരെ വേരിയന്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മ്യൂസിക്കൽ എന്റർടൈനർ ഫിലിം കൂടിയാണ്. ഇതിനൊരു അവസരം തന്ന സാറിന്, ക്രിസ് സാറിന്, അതുപോലെ വിനോദ് സാറിന്, ബാക്കി എല്ലാവർക്കും ഓൾ ക്രോസിന് ഒരുപാട് നന്ദിയുണ്ട്. ഏകദേശം 29ഓളം സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. മഹേഷ് മാരുതിയും, പിന്നെ കൊറോണ ധവൻ, അഭ്യൂഹം, കുടുംബശ്രീ കുഞ്ഞാടും, അതുപോലെ മെയിൻ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ചെയ്തു. അപ്പോൾ ഈ ഇപ്പോൾ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്നു. 4 സീസൺസ് ഇപ്പോൾ റിലീസാവുന്നു. അതുപോലെ ഏകദേശം 35ഓളം ഷോർട്ട് ഫിലിംസ് കഴിഞ്ഞു. 10-15 ആൽബംസ്, സീരീസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഏരിയയിലേക്ക് കടന്നു വന്നു. 4-5 ഫിലിംസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ ഈ 4 സീസൺസിന്റെ റിലീസിങ്ങിന് വേണ്ടിയിട്ട് ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോടൊപ്പം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. തികച്ചും ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തന്നെ ഒരുപാട് നന്ദിയുണ്ട് സാറ്. സാറിനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാ ക്രൂസിനോടും എല്ലാവരും നന്ദിയോടും സ്നേഹത്തോടും കൂടി ഈ അവസരം തന്നതിന് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്കും ഡൈസിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം. ഇതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഹീറോയിൻ്റെ ഫാദറായിട്ടാണ്. ഒരു തികച്ചും ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഫാദറാണ്. അത് ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനാണ്. ഡയറക്ടർ സാറിന് കൃത്യമായിട്ട് ഓരോ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് പുള്ളിക്കൊരു ചാർട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ എന്റെ മനസ്സിൽ കുറെ കാര്യം അതിങ്ങനെ ചെയ്യാന്നൊക്കെ നമുക്കൊരു ഇത് കാണുമല്ലോ. പക്ഷെ ഇവിടെ സാറിന്റെ കറക്റ്റ് ആ ഒരു കാഴ്ചപ്പാടിൽ ആ ഒരു ക്യാരക്ടർ സേഫാണ്. ഈവൻ ഡബിങ്ങിനായിരുന്ന പോലും മോഡുലേഷൻ വരെ പുള്ളിക്കാരൻ പറയുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടർ അങ്ങനെ മോൾഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തുവന്നാലും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും കണ്ടു നോക്കൂ. പടം കൊള്ളാമെങ്കിൽ വിജയിപ്പിക്കുക. ഓക്കെ. പ്രദീപ് നളന്ത, ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഡയറക്ടർ വിനോദേട്ടൻ, പ്രൊഡ്യൂസർ, മറ്റ് പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, ഞാൻ ഒരു നാടക പ്രവർത്തകനാണ്. ഏകപാത്ര നാടകങ്ങളിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. പാലേരി മാണിക്യം എന്ന സിനിമയിൽ ചെയ്തു. അതിനുശേഷം ജയമോഹൻ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ ഒരു വിനോദേട്ടൻ എന്നെ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടത്തിനാണ് ഞാൻ വിനോദേട്ടനായിട്ട് പരിചയപ്പെട്ടത്. പക്ഷെ ആ പ്രൊജക്റ്റ് നടന്നിട്ടില്ല. കുറച്ചുകൂടി സമയം അങ്ങനെ നീണ്ടുപോയി. സിനിമ വർത്തമാനകാലത്തിൻ്റെ കണ്ണാടിയാണെന്ന് പറയാറുണ്ട്. ഈ 4 സീസൺ എന്ന് പറയുന്ന സിനിമ അത്തരമൊരു നമുക്ക് നേരെ തിരിച്ച് വെക്കുന്ന ഒരു കണ്ണാടിയാണെന്ന് ഒരു നാടകക്കാരൻ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെ അത്തരം ഒരു നല്ലൊരു കാഴ്ച നമ്മുടെ ഡയറക്ടർക്കും അതുപോലെ തന്നെ ക്യാമറ ചെയ്ത രണ്ടുപേരും അത്രയും വളരെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തൊരു സിനിമയാണ്. അത് നല്ലൊരു അനുഭവം തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നായക കഥാപാത്രം ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് മാനേട്ടൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് അവസരം തന്ന വിനോദേട്ടനോടും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ക്രിസ്ത്യാനോടും ഒരുപാട് നന്ദി. ഞങ്ങളെപ്പോലെയുള്ള തുടക്കക്കാർക്ക് വലിയൊരു അവസരമാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് പ്രവർത്തിക്കൊണ്ടുവരാൻ വേണ്ട നടപടികൾ, എല്ലാ പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗാനരചന നിർവഹിച്ച ചന്തു എസ് നായർ 2 വാക്ക്.
പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഡയറക്ടർ വിനോദിന്റെ, അദ്ദേഹമായിട്ട് എനിക്ക് ദീർഘകാലമായ ഒരു ബന്ധമുണ്ട്. അദ്ദേഹം ഒരു ടോട്ടൽ ഒരു കലാകാരനാണ്. IT പ്രൊഫഷനിൽ നിന്നും ഈ രംഗത്തേക്ക് വന്നതാണെങ്കിലും സമ്പൂർണ്ണമായി സിനിമയെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെ സമീപിക്കണമെന്ന് അറിയുകയും ഈ പറഞ്ഞതുപോലെ ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും ഓരോ സ്ക്രിപ്റ്റിലെ ഓരോ വാക്കും ഓരോ ഡബിങ്ങിലെ ഓരോ പ്രസന്റേഷനും എങ്ങനെ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ധാരണയും മുൻകൂട്ടി ധാരണയും ഉള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹം ദീർഘകാലം തമിഴ് ചലച്ചിത്ര രംഗത്ത് പ്രമുഖ ഡയറക്ടർമാരോടൊപ്പം പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും ഈ കഴിവിൽ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും ഈ സിനിമ കഴിയുമ്പോൾ എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസർ, അദ്ദേഹം വളരെ തന്മയത്വമായി വളരെ മനോഹരമായി ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും കാണുമ്പോഴും നമുക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. മാത്രമല്ല വീഡിയോഗ്രാഫിയിൽ, അതായത് ഛായാഗ്രഹണ രംഗത്ത് അദ്ദേഹത്തിന് ദീർഘകാലത്തെ പാരമ്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, ദൂരദർശനിലെ ആദ്യത്തെ സീനിയർ ക്യാമറാമാൻമാരിൽ ഒരാളായിരുന്നു അകാലത്ത് ചെലവായ ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ പ്രതികൂടെയായിരുന്നു. മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരെല്ലാവരും കുട്ടികളായാലും രണ്ടുപേരും വളരെ മനോഹരമായി തന്നെ അതിലെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പ്രശസ്തി കണ്ടതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മനോഹരമായിരിക്കും. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക്കൽ എന്റർടൈനറാണ് ഈ സിനിമ. തീർച്ചയായിട്ടും കുറെ കാലത്തിന് ശേഷമാണ് മലയാളത്തിലെ മ്യൂസിക്കൽ എന്റർടൈനർ വരുന്നത്. അതുകൊണ്ട് കൈതപ്പുറം സാറിനോടൊപ്പം എനിക്കും പാട്ട് എഴുതാൻ അവസരം ലഭിച്ചു. നേരത്തെ 2-3 പാട്ടുകൾ വിനോദ് കണ്ടിരുന്നു. അതിൽ നിന്നും ആണ് എന്നോടായിട്ട് സംസാരിക്കുകയും സിനിമ കാര്യങ്ങളൊക്കെ ദീർഘകാലം കൊണ്ട് നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാമാണ് ഇങ്ങോട്ടാണ് പറഞ്ഞത്, ഞാനൊരു പാട്ട് എടുക്കുന്നു, എനിക്ക് എഴുതണം എന്നങ്ങനെ പറഞ്ഞിട്ടാണ് വിനോദ് എന്റെ പാട്ടങ്ങ് എടുക്കുകയായിരുന്നു. എഴുതി കണ്ടത്. അത് വളരെ മനോഹരമായി 2 പാട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സംതൃപ്തി നൽകുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ സമ്പൂർണ്ണ വിജയമാകുമെന്ന് കൂടി ഞാൻ പറയുന്നു. മാത്രമല്ല വിനോദിനൊരു പശ്ചാത്തലമുണ്ട്. വിനോദ് ടിനഗറിലെ 18 സ്ട്രീറ്റ്, ടിനഗറിലെ മുത്തുകൃഷ്ണ സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. അവിടെ AR റഹ്മാനും കമലഹാസനും കടിച്ചു വളർന്ന ഒരു വീടുണ്ട്. ആ വീടിന്റെ മേലിലാണ് അദ്ദേഹം അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അതുകൊണ്ട് ഒരു സമ്പൂർണ്ണ കലാകാരനാണ്. എല്ലാ ബേസിക്കും അദ്ദേഹത്തിനുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നന്ദി, താങ്ക് യു. ഇതിലെ പാട്ടുകൾ പാടിയിരിക്കുന്നവരൊക്കെ വളരെ പ്രശസ്തരാണ്. മധു ബാലകൃഷ്ണൻ, സൈന്ധവി, പിന്നെ നമ്മുടെ പ്രശസ്ത ഗായകൻ ശ്രീനിവാസിന്റെ മകൾ ശരണ്യ ശ്രീനിവാസ്, അങ്ങനെ ഒരുപാട് പേരാണ് പാടിയിരിക്കുന്നത്. കൈതപ്രം ചേട്ടനാണ് വേറെ പാട്ട് എഴുതിയിരിക്കുന്നത്. ഇന്ദ്രൻസ് ജയൻ കോസ്റ്റ്യൂം, അർക്കനസ് കർമ്മ പുള്ളിയാണ് ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഘോഷ് പരൂർ, അദ്ദേഹം ഓൺ ദ വേ ആണ്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സജീവ് വിൽസൺ ഉദിരിപ്പൊട്ട്. അപ്പൊ അങ്ങനെ ഈ ടെക്നിക്കൽ സൈഡിലൊക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാകണം. വളരെ പ്രതീക്ഷയോടു കൂടിയാണ്. കാരണം ക്രിസ് സാറ് ചെന്നൈ ബേസ്ഡാണ്. നേരത്തെ അദ്ദേഹം സംസാരിച്ചു, മലയാളത്തോടുള്ള ഒരു പ്രത്യേക താല്പര്യം, ഇഷ്ടം കൊണ്ടാണ് മലയാളത്തിലൊരു സിനിമ ആദ്യമായിട്ട് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു പരിഗണന, അപ്പൊ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു ഗ്രാൻഡ് സപ്പോർട്ട് നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും ഇത് ഫാമിലീസിന് വളരെ ധൈര്യത്തോടു കൂടി വന്നിരുന്ന് കാണാവുന്ന, ആസ്വദിക്കാവുന്ന, എല്ലാ ഹ്യൂമൻ വാല്യൂസും നിറഞ്ഞിട്ടുള്ള, എല്ലാ എമോഷൻസും നിറഞ്ഞിട്ടുള്ള വളരെ രസകരമായ ഒരു സിനിമയാണ്. ഞാൻ സിനിമ കണ്ടു, അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ഓരോ പാട്ടും ഓരോ മൂഡാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ ബിന്ദു പറഞ്ഞതുപോലെ 4 സീസൺസ്, ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് ആൾക്കാർക്കുണ്ടാകുന്ന വൈകാരിക വിചാരങ്ങളിലും ഒക്കെയുള്ള മാറ്റങ്ങൾ, അതൊക്കെ വളരെ പാട്ടിന്റെ മൂഡിനനുസരിച്ച് അത് ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും വളരെ രസകരമായ ഒരു മൂവിയാണ്. ഞങ്ങൾ ഇതിന്റെ പ്രവർത്തകരായതുകൊണ്ട് പറയാലോ, സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. അപ്പൊ എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ജനുവരി 31-ന് ടോട്ടൽ 40-45 തിയേറ്റേഴ്സ് ഫുൾ കേരള. 45 ഇത്തരം ഒരു സിനിമ 45
കേന്ദ്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു ശ്രമമാണ്. കാരണം അറിയാം, നമുക്ക് ഇപ്പൊ തിയേറ്ററുകൾ കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഏതെങ്കിലും ഒരു വലിയ പടം വന്നു കഴിഞ്ഞാൽ ഇത്തരം പടങ്ങളുടെയൊക്കെ റിലീസ് മാറ്റി വെച്ചിട്ട് ആ വലിയ പടത്തിന് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന തിയേറ്റേഴ്സ് ഇവിടെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. ഇപ്പം 31st 45 തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പാർട്ട് ഫ്രം കേരള, ആദ്യമായിട്ട് കേരള മാത്രം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഓവർസീസും OTT അതൊക്കെ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്രൊമോഷന് കണ്ടിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഈ ക്രിസ് സാറ് എനിക്ക് ബിസിനസ് ആക്ടിവിറ്റീസ് മെയിൻലി കണക്റ്റഡ് വിത്ത് കാനഡ, അവിടെ റിലീസ് ഉണ്ടോ സാർ? മഞ്ജുമൽ ബോയ്സ് റിലീസ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. അവരോട് സംസാരിക്കാൻ അവർ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ US കാനഡ റിലീസ് ചെയ്യാം, പിന്നെ മിഡിൽ ഈസ്റ്റ് അതും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ എക്സ്പെക്ടിങ് അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓക്കെ ആവുമെന്ന് തോന്നുന്നു. തമിഴ്, കന്നഡം, മറ്റു ഡബിങ് അവരും വന്നിട്ടുണ്ട്. നേരത്തെ പടം കണ്ടു, സോ ഇഷ്ടപ്പെട്ടു. അതൊക്കെ നമുക്ക് ഒരാഴ്ച ഇത് ആദ്യം കേരള ഒരാഗ്രഹം, അത് അവിടെ തന്നെ റിലീസ് ചെയ്യും, ഫുൾ കേരള. വൈകിയ വേളയിൽ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ എത്തിയിട്ടുണ്ട് അജയ് ഘോഷ് പരവൂർ. നമസ്കാരം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ TRO അജയ് തൊണ്ടത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ വളരെ നല്ല മനോഹരമായ ഒരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ടർ ഇവിടെ ഉണ്ട്. അദ്ദേഹം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കാരണം നല്ല രണ്ട് പുതുമുഖങ്ങളായ നായികയും നായകനും അഭിനയിച്ച് ഈ അടുത്ത കാലത്തെങ്ങും ഇറങ്ങിയിട്ടില്ലാത്ത സംഗീതത്തിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് എടുത്ത ഒരു ചിത്രമാണ്. അപ്പോൾ അത് എല്ലാവരും ഈ സിനിമ കാണണം. നമ്മൾ ഓരോരുത്തരും അവരവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും ഈ സിനിമ കൊണ്ടുവന്ന് കാണിച്ചതൊരു വലിയ വിജയമാക്കി തീർക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം പുതിയ പുതുമുഖങ്ങളെ പല തിയേറ്ററുകാരും പുറന്നോട്ട് പിടിച്ച് നിർത്തുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ഈ ഓഡിയൻസ് അത് കാണാൻ കയറുന്നില്ല. അല്ലെങ്കിൽ ആളുണ്ടെങ്കിൽ പോലും വലിയ പടങ്ങൾക്കാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്നത്തെ തിയേറ്ററുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ സിനിമയെ ഒന്നടങ്കം എല്ലാവർക്കും പ്രോത്സാഹിപ്പിച്ച് ഇതൊരു വൻ ഹിറ്റാക്കി മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലാസ്റ്റായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് മെയിൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്ന് പടം ചെയ്യുന്ന ഒരു കാര്യം മറ്റവരുടെ സഹായമില്ലാത്ത ഓക്കെ ആവില്ലല്ലോ. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് 2 പേരുണ്ട്. എൻ്റെ ഫ്രണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ഷൻ ഫിനിഷ് ചെയ്ത പുള്ളിയാണ്. അവരാണ് കംപ്ലീറ്റ് കോഓർഡിനേഷൻ ചെയ്തത്. പ്രദീപ് എന്ന് പറയുന്നവർ, അവരെ കുറിച്ച് ഇങ്ങോട്ട് വിളിച്ച് കാണിക്കണം. പിന്നെ സജി വിൽസൺ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. സജി വിൽസൺ നേരത്തെ ക്രെയിൻ ടീമിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലൈഫ് ഇംപ്രൂവ് ആണല്ലേ, അതുകൊണ്ട് സജി വിൽസനൊക്കെ വിളിച്ചു സംസാരിച്ചു, ഇങ്ങനെ ചെയ്യണം, നമുക്ക് ഐ വിൽ ഹെൽപ്പ് യു, ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകണം. സജി വിൽസനാണ് ആക്ച്വലി സെക്കൻഡ് മാൻ ടു താങ്ക്. ആൻഡ് മനോജ്, പിന്നെ മനോജ് ഇവിടെ ഉണ്ട്, പുള്ളി പോയി. 2 മുമ്പ് ഇവിടെ നിസാർ ഭായ്, മനോജ് ആൻഡ് മറ്റൊരാൾ ഇവിടെ എത്തിയില്ല. പക്ഷേ മനോജിൻ്റെ ഒരു ക്രൂവും നന്ദി പറയാൻ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു everybody for coming and please support us. Thank you.